ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രാവൽവേസ് ബൈ മിഡിൽസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ട്രിവാൻഡ്രത്തെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനിലോട്ട് പോവുകയാണ്. വേളി ലേക്ക് ടൂറിസ്റ്റ് വില്ലേജിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പം ഇവിടുന്ന് ഒരു 30 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ട് ഗോവിന്ദ് ഇപ്പോൾ വരും, നമുക്ക് അങ്ങോട്ട് പോവാം. വേളി ലേക്ക് ടൂറിസ്റ്റ് വില്ലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഒരു ടോയ് ട്രെയിൻ റൈഡ് പോലെ ഒരു സാധനമുണ്ട്. അതുപോലെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബീച്ചും ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചു. അപ്പോൾ ബാക്കി എന്തൊക്കെ ഉണ്ടെന്നും ഇതൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് ഒന്ന് കാണാൻ നമുക്ക് പോവാം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ വേളി ടൂറിസ്റ്റ് വില്ലേജിന്റെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മളിവിടെ പാർക്കിംഗ്, ഇവിടെ ഫുൾ ചെളിയാണ്. ഇപ്പം നല്ലൊരു മഴ പെയ്തിട്ടാണ് പോയത്, അതുകൊണ്ട് ഇവിടെ ഫുൾ ചെളി. നമുക്ക് നടക്കാം. നമ്മുടെ പാർക്കിംഗ് എന്തോ. അപ്പോൾ നമ്മളുടെ വണ്ടി ഇതോ അങ്ങ് ദൂരെ പാർക്ക് ചെയ്യാൻ ഇവിടുത്തെ പാർക്കിംഗ് ഗാർഡ് ഒരു ആൻറ്റി പറഞ്ഞു. നമ്മൾ അവിടുന്ന് അവിടെ കൊണ്ടിട്ടു. ഇവിടെ ഫുൾ ചെളിയാണ്, നല്ല രീതിയിൽ ചെളി പിടിക്കുന്നുണ്ട്. നല്ലൊരു മഴ പെയ്തുകൊണ്ടാണ്. ഇവിടെ കുറേ ടൂറിസ്റ്റ് ആൾക്കാർ വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ കുറേ പേര് വരുന്നുണ്ട്. ഫുൾ ബസ്സിലാണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ അവിടെ ബസ്സിന് പോകാൻ വഴിയില്ലാത്തതുകൊണ്ടാണ് നമ്മളോട് അങ്ങോട്ട് പാർക്ക് ചെയ്യാൻ പറഞ്ഞത്. നമുക്കിനി ടൂറിസ്റ്റ് വില്ലേജിലോട്ട് പോവാം. പാർക്കിങ്ങിന് ഇവിടെ നമുക്ക് 20 റുപ്പീസ് കൊടുക്കണം. 20 രൂപയാണ് ഇവിടെ പാർക്കിംഗ് ചാർജ്. ഇവിടെയാണ് ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ വേളി. നമുക്ക് പോകേണ്ട സ്ഥലം തോന്നാം. ഇന്ന് വലിയ തിരക്കില്ലെന്നാണ് തോന്നുന്നത്. നമുക്കെന്തായാലും നോക്കാം. ഇതാണ് ഇവിടുത്തെ ചാർജസ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 20 രൂപ, അങ്ങനെ 2 പേർക്ക് കൂടെ 40. നമുക്കിനി കയറാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ കയറി. എൻട്രൻസിൽ നിന്നും റൈറ്റിലോട്ടാണ് നമ്മൾ നടന്നത്. ലെഫ്റ്റിലോട്ട് വേറൊരു വഴി ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പാർക്കാണല്ലേ, ട്രെയിൻ, ചിൽഡ്രൻസ് പാർക്ക്. അപ്പോൾ നമ്മൾ ട്രെയിൻ കയറാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ടിക്കറ്റ് എടുക്കണം. 50 രൂപയാണ് ടിക്കറ്റ് ട്രെയിനിന്. ഇവിടെ ടിക്കറ്റ് എടുക്കണം. നമ്മളിവിടെ ക്യൂവിൽ നിൽക്കുകയാണ്. ടിക്കറ്റ് അഡൽട്ടിന് 50 റുപ്പീസും ചൈൽഡിന് 30 റുപ്പീസുമാണ്. ബിലോ 5 ഫ്രീ. ഇവിടെ ട്രെയിൻ കിടപ്പുണ്ട്, എല്ലാവരും കയറിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമുക്ക് ടിക്കറ്റ് കിട്ടി. പേയ്മെന്റ് ചെയ്തില്ല, പക്ഷേ ഇപ്പോഴത്തെ ട്രെയിൻ ഫുള്ളായതുകൊണ്ട് ഇതിന്റെ ആ ഒരു പേപ്പർ സ്ലിപ്പ് മാത്രം തന്നു. 5:45 ഉള്ളൂ. ഇപ്പോൾ 5:30 ആവുന്നേ ഉള്ളൂ. നമുക്ക് നടന്നിട്ട് വരാം. ഈ ട്രിപ്പിലെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് നോക്കാം. നമ്മുടെ ട്രെയിൻ ഇതാണ് ഇതിന്റെ ട്രാക്ക്. നാരോ ഗേജ് അല്ലേ? നാരോ ഗേജ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് നടക്കില്ല. ട്രാക്ക് അങ്ങോട്ടും പോകുന്നുണ്ട്. ഇതെന്തോ മെയിൻ്റനൻസോ? ഇവിടെ ആയിരിക്കും പാർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ട്രെയിനാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ, ഈ ഒരു ടൂറിസ്റ്റ് വില്ലേജിന്റെ. പാർക്കിന്റെ ബാക്കിൽ തന്നെ വന്നു. നമുക്കിനി അങ്ങോട്ടൊക്കെ നടന്നിട്ട് വരാം. ഇവിടെ ഒരു കുഞ്ഞു സ്റ്റോളുണ്ട്. എന്തോ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ? അതല്ലേ KTDC റെസ്റ്റോറന്റ് അല്ലേ? റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലെത്തി. അതാണ് നമ്മുടെ KTDC റെസ്റ്റോറന്റ്. നമുക്ക് ട്രാക്കിന്റെ സൈഡിൽ കൂടെ പോകാം. ഇവിടെ ഒരു ചെറിയ വെള്ള
പാലത്തിന്റെ മുകളിൽ കൂടെ ട്രാക്ക് പോകുന്നത്. അങ്ങോട്ട് വേറൊരു ട്രാക്കും പോകും. ട്രാക്കിന്റെ മുകളിൽ പോകും. അതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ആർട്ടിഫിഷ്യൽ റെയിൽവേ സ്റ്റേഷൻ. അതാണ് നമ്മുടെ ലേക്ക്, വേളി ലേക്കാണ് ആ കാണുന്നത്. റെസ്റ്റോർ. നമുക്കിവിടെ നിന്ന് കുടിക്കല്ലേ, നമുക്ക് ആ ലേക്ക് ഒന്ന് കണ്ടിട്ട് ഇവിടെ വന്ന് കഴിക്കാം. അല്ല, ഇവിടെ ബോട്ടിംഗ് അല്ലേ? ബോട്ടിങ്ങിന്റെ ഒരു വീഡിയോ കണ്ടു. ഇനി ഇല്ലല്ലേ? ലേറ്റ് ആയി പോയി. നല്ല അടിപൊളി വ്യൂവും നല്ല കാറ്റുമാണ് ഇവിടെ നിൽക്കുമ്പം. അത് ബീച്ചാണല്ലോ, ഇത് ആ വേളി ബീച്ചാണ് ആ കാണുന്നത്. അങ്ങോട്ടും എൻട്രി ഉണ്ടെന്ന് തോന്നുന്നു. ഇനി അവൈലബിൾ ആണോ എന്ന് പറഞ്ഞുകൂടാ. ഇതാണ് ബാക്ക് വാട്ടേഴ്സ്, വേളി ലേക്കാണ്. ഇവിടെ ഫുള്ളി ചെടി കളിച്ചിരിക്കും. നല്ല കാറ്റാണ് ഇവിടെ. സൺസെറ്റിന്റെ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്കുള്ള ബോട്ടിങ്ങിനുള്ള ബോട്ട്സാണ് ഇവിടെ കിടക്കുന്നത്. ബോട്ടിങ് ഇനി ഇല്ലെന്ന് തോന്നുന്നു. സമയം ലേറ്റ് ആയിപ്പോയി. ഇതാണ് ഇവിടുത്തെ മെനു. നമ്മൾ 2 ലൈം ജ്യൂസ് പറഞ്ഞു. നമുക്കിരിക്കാം. അപ്പം നമ്മുടെ ട്രെയിൻ അതിൻ്റെ ട്രിപ്പ് കഴിഞ്ഞതായി. ഇപ്പോൾ 5:35 ആയി. ഇപ്പം 10 മിനിറ്റിൽ അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും. അതാണെന്ന് തോന്നുന്നു ലാസ്റ്റ് ട്രിപ്പ്. 6 മണി വരെ ഉള്ളൂ. നമ്മുടെ ലൈം ജ്യൂസ് ഇതായെത്തി. എനിക്ക് ഇല്ലാത്ത നമുക്ക് കുടിക്കാം. അപ്പോൾ നമുക്കിനി ട്രെയിനിൽ അങ്ങോട്ട് പോകും. ഓക്കെ, നേരത്തെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ എല്ലാവരും ട്രെയിനിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ടായിരുന്നു അവർ ഇൻഡിവിജ്വലി വന്ന് നമുക്ക് ടിക്കറ്റ്സ് തന്നത്. പേയ്മെൻ്റ് നടത്തിയിട്ട് ടിക്കറ്റ്സ് തന്നത്. ചൂടെടുക്കുന്നില്ലേ? ട്രെയിൻ അനങ്ങാത്തോണ്ട് ഭയങ്കര ചൂടെടുക്കുന്നു. അങ്ങനെ 10 മിനിറ്റ് ലേറ്റ് ആയിട്ട് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. റെസ്റ്റോറൻറ്റ്
രസമായിരുന്നു. 200 രൂപയ്ക്ക് തിരിച്ച് ഈസ്റ്റ് റോഡിൽ തന്നെ ഇറക്കി. ബഹളപ്പാടും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങോട്ടും കൂടെ കറങ്ങിയിട്ടുണ്ടല്ലോ. മിനിയേച്ചർ റെയിൽവേ, വേളി മിനിയേച്ചർ റെയിൽവേ. ഭയങ്കര ചൂടായിരുന്നു അതിൻ്റെ അകത്ത്. ഒന്നാമത് 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് നമ്മൾ. പിന്നെ ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്, എല്ലാം കണ്ട് കണ്ട്. അപ്പം പിന്നെ അതാ നല്ലത്. ചെറിയ റൈഡല്ലേ, എടുത്തിട്ട് കാര്യമില്ല. പതുക്കെ പോയിട്ട് ഫുൾ എല്ലാം കണ്ടുകൊണ്ട് പോകാൻ പറ്റും. വാട്ടർ സ്പോർട്സ്. മറ്റേ ബോട്ടിങ്ങും അല്ലേ, ബോട്ടിങ് നമ്മൾ മിസ് ചെയ്തു. ഇവിടെ റെയിൽവേ ക്രോസ് ഉണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ട്രെയിൻ എടുക്കത്തില്ലെന്നോ. ഇവിടെ നിന്നൊരു വ്യൂ കിട്ടും നമുക്ക്. നമ്മൾ പോയ ലാസ്റ്റ് റൈഡായിരുന്നു. ചെയ്യാം എന്തായാലും. ഓക്കെ, എന്തൊക്കെ വാട്ടർ സ്പോർട്സ് ഉണ്ട്? ബോട്ടിങ് അല്ലാതെ എന്തുണ്ട്? അത് മാത്രമേ ഉള്ളൂ. ബോട്ടിംഗ് ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ എടുക്കുന്നു. സൺസെറ്റ് ആയില്ലേ, ഇവിടെ വന്ന് എല്ലാവർക്കും ഇരിക്കാൻ പറ്റും. ബീച്ച് പോവാ, അതാണ് കാണുന്നത്. നല്ല കാറ്റുണ്ട്, നല്ല രസം ഇവിടെ ഇരിക്കാൻ. ഒരു ഫോട്ടോജനിക് പ്ലേസും കൂടെ അല്ലേ, നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ റെയിൽവേ ലൈൻ ഈ വഴിയാണ് പോകുന്നത്, റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ട്രെയിൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ നോക്കിയപ്പം ഇതാ പ്ലാസ്റ്റിക് ബോട്ടിലും എല്ലാം കൊണ്ട് ഇവിടെ ഇട്ടേക്കുന്നതാണ്. ഇവിടെ മീനും ഇതൊക്കെ ഉണ്ട്. വൃത്തികേടായി പോയി. ഇവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ അതാണ് നമ്മുടെ ട്രെയിൻ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഇപ്പോൾ സന്ധ്യയായി. ഫുൾ ട്രെയിൻ ജേണിയൊക്കെ പോയി അത്യാവശ്യമൊക്കെ എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ നമ്മളിനി തിരിച്ച് പോവാണ്. നമ്മൾ എക്സിറ്റിൻ്റെ അങ്ങോട്ട് എത്തി. ഇതായിരുന്നു നമ്മുടെ വേളി ലേക്ക് ടൂറിസ്റ്റ് വില്ലേജ്. നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇവിടെ എന്തോ പാട്ടൊക്കെ കേൾക്കുന്നില്ലേ? ഇത് നമ്മൾ നേരത്തെ കണ്ട ഇതായിരിക്കും, സെന്ററില്ലേ. നമ്മൾ എക്സിറ്റ് ചെയ്തു. ഇവിടെ എക്സിറ്റിന് അവിടെ ടോയ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ട്രെയിനിൽ കൂടെ പോയപ്പം കണ്ട അത്രേ ഉള്ളൂ ഈ ഒരു ഫുൾ ടൂറിസ്റ്റ് വില്ലേജ്. സെയിം, വേറൊന്നുമില്ല. ബീച്ചിന്റെ സൈഡിലും ആ ലേക്കിന്റെ സൈഡിൽ കൂടെ നടക്കാനുള്ളൂ. അങ്ങോട്ട് നമ്മൾ ലെഫ്റ്റിലോട്ട് പോയായിരുന്നെങ്കിൽ. നമുക്കിനി പാർക്കിംഗ് അങ്ങോട്ട് പോവാം. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നടാ എക്സ്പീരിയൻസ്? ഗുഡ് വൺ. പക്ഷേ എന്താ പറയാനാ, ട്രെയിനും ബോട്ടിങ്ങും വാട്ടർ ബോഡി ആക്ടിവിറ്റീസ് അല്ലാതെ വേറെ നത്തിങ് മച്ച് ഗ്രേറ്റ് ഓൺ ഇറ്റ്. പിന്നെ കൂടുതലും ചിൽഡ്രൻ ആയിട്ട് വരാനാണ് കുറച്ച് നല്ലത്. ട്രെയിനും ബോട്ടിങ്ങും ഒക്കെ ഉള്ളു മെയിൻ ആയിട്ടുള്ളത്. ബാക്കി ബീച്ചിലോട്ടും പോവാം. പിന്നെ ചിൽഡ്രൻസ് പാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഒരു കുട്ടികൾക്ക് പറ്റിയൊരു സ്ഥലമാണിത്. അതെ, നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ചെളിയാണ്. പാർക്കിംഗ് ഇട്ടിട്ട് നമുക്ക് പോവാൻ ഭയങ്കര പാടാണ്. പിന്നെ 20 റുപ്പീസിന് വേർത്താണെന്ന് തന്നെ പറയാം അല്ലേ? 20 റുപ്പീസിന് എന്തായാലും വേർത്താണ്. ട്രെയിനാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ട്രെയിൻ ആ ഒരു 15 മിനിറ്റ്സ് ജേർണി. അതെ, ഒരു ഈവനിങ് ഒന്ന് സ്പെൻഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിതാ തിരിച്ചു വന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല മഴയായി പോയി പെട്ടെന്ന്. വേളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ടോയ് ട്രെയിൻ റൈഡും അതുപോലെ തന്നെ ബോട്ടിങ്, ബീച്ചിലോട്ട് പോകാൻ പറ്റുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അവിടുത്തെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. പിന്നെ ഒരു കുഞ്ഞു റെസ്റ്റോറൻറ്റ്, KTDC തന്നെ കുഞ്ഞൊരു റെസ്റ്റോറൻറ്റ് പോലെ ഒരു പരിപാടിയുണ്ട്. അപ്പം അത്യാവശ്യം സ്നാക്സും ചിലപ്പം ജ്യൂസും ഒക്കെ കിട്ടും.
അപ്പം കുറേയും കൂടെ ആക്ടിവിറ്റീസ് അവിടെ കൊണ്ടുവരാൻ, കുറച്ചും കൂടെ എന്റർടൈൻമെന്റ് അവിടെ കൊണ്ടുവരാൻ പറ്റും. കൊണ്ടുവന്നാൽ കുറേയും കൂടെ ഒരു ഇതാവും. അപ്പം ഒരു എന്താണെങ്കിലും ഒരു ഈവനിങ് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. പെട്ടെന്ന് വന്ന് ട്രിവാൻഡ്രത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു ടൈം തന്നെയാണ്. പിന്നെ അപ്പം ട്രെയിനിന് സെപ്പറേറ്റ് ചാർജ് ആണ്, അതുപോലെ തന്നെ എൻട്രിക്ക് വേറെ ചാർജ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി ഒരു 100 റുപ്പീസിന് നമുക്ക് പോയി എൻജോയ് ചെയ്തിട്ട് വരാൻ പറ്റും. ടോയ് ട്രെയിൻ റൈഡും എൻട്രി ഫീ, അതുപോലെ തന്നെ സ്നാക്സോ ജ്യൂസോ കുടിക്കണമെങ്കിൽ 100 റുപ്പീസ് മിനിമം മതി നമുക്ക് എല്ലാം കൂടെ എൻജോയ് ചെയ്തിട്ട് അവിടെ വരാൻ. പെട്ടെന്നൊരു ഈവനിങ് നമുക്ക് സ്പെൻഡ് ചെയ്തിട്ട് വരാൻ പറ്റും. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.